ഓക്കെ, LU ഡീകമ്പോസിഷനാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക്. ഇതിൽ L എന്ന് പറയുന്നത് ലോവർ ട്രയാങ്കുലറും U എന്ന് പറയുന്നത് അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആണ്. അതായത് ഇത് പറയുന്ന ഇത്രേ ഉള്ളൂ. അത് A എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു മാട്രിക്സ് ഉണ്ടെങ്കിൽ അതിനെ അതിൻ്റെ ഒരു ലോവർ ട്രയാങ്കുലർ ഫോർമാറ്റും ഒരു അപ്പർ ട്രയാങ്കുലർ ഫോർമാറ്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A എന്ന് പറഞ്ഞ മാട്രിക്സ് തന്നെ തിരിച്ച് കിട്ടും. അതായത് ലോവർ ട്രയാങ്കുലർ മാട്രിക്സിൻ്റെ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു മാട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ബേസിക്കലി LU ഡീകമ്പോസിഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ബേസിക്കലി രണ്ട് രീതിയിൽ നമുക്ക് എല്ലും യുവും കണ്ടുപിടിക്കാം. ഒന്ന് നിങ്ങൾക്ക് കോളം ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കണ്ടുപിടിക്കാം. രണ്ടും കൂടെ മിക്സ് അടിച്ച് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് കോളം ട്രാൻസ്ഫോർമേഷനാണ്. കോളം ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കുമ്പോൾ എല്ലിനും യുവിനും ഒരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്. അത് ഓർത്ത് വയ്ക്കാൻ എനിക്ക് എളുപ്പമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, കോളം ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ അതുമായിട്ട് യൂസ്ഡ് ആണ്. അതേപോലെ നിങ്ങൾക്ക് റോ വെച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റോ ആണ് എളുപ്പമെങ്കിൽ അത് ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ 2x2 മാട്രിക്സുകൾക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് ലെറ്റ്സ് സേ നമുക്ക് A എന്ന് പറഞ്ഞൊരു മാട്രിക്സ് ഉണ്ട്, 2 1 4 -1. ഓക്കെ, ഈ ഒരു ഫോർമാറ്റ് നമുക്ക് ഒരു മാട്രിക്സ് ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് LU ഡീകമ്പോസിഷൻ ചെയ്യണം. അപ്പം ഞാൻ കോളം ട്രാൻസ്ഫോർമേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് L11 0 L21 L22. അപ്പോൾ ഈ ലോവർ ട്രയാങ്കുലർ മാട്രിക്സിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതൊരു ഡയറക്റ്റ്ലി അപ്പർ ട്രയാങ്കുലർ ഫോർമാറ്റ് തന്നെയാണ്. അപ്പോൾ ലോവർ ട്രയാങ്കുലർ ഫോർമാറ്റ് തന്നെയാണ്. അപ്പർ ട്രയാങ്കുലർ വരുമ്പോൾ മെയിൻ ഡയഗണൽസ് 1 ആയിരിക്കും. ഓക്കെ, കോളം ഫോർമാറ്റിൽ കോളം ട്രാൻസ്ഫോർമേഷനിലാണ് ഈ ഒരു ഫോർമാറ്റ് വരുന്നത്. റോ ട്രാൻസ്ഫോർമേഷനിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ L11 L22 1 ആയിരിക്കും. ഓക്കെ, മെയിൻ ഡയഗണൽസ് ഇവിടെ ആയിരിക്കും 1. പക്ഷേ അതിന് പകരം ഈ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സിന് ഇവിടെ വേറെ U11 U22 എന്ന് പറഞ്ഞ വാല്യൂസ് വരും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, U12 0 അപ്പർ ട്രയാങ്കുലർ സ്ട്രൈറ്റ് ഫോർവേഡാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ LU ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് A എന്ന് പറഞ്ഞ മാട്രിക്സും A എന്ന് പറഞ്ഞ മാട്രിക്സ് എല്ലിൻ്റെ യുവിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു റിസൾട്ടിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. അപ്പം L11 × 1 + 0 × 0 L11 × U12 + 0 × 1 L21 × 1 + L22 × 0 L21 × U12 + L22 × 1. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ L11 U12 L21 U12 + L22. ഓക്കെ, അപ്പോൾ A എന്ന് പറഞ്ഞ മാട്രിക്സ് എന്താണ്? 2 1 4 -1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് റിക്വേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് LU ഡീകമ്പോസിഷൻ പറയുന്നത്. അപ്പം ഇതിൽ L11 എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ്ലി L11 L21 നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ L11 എന്ന് പറയുന്നത് 2. അപ്പോൾ L11 U12 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, = 1 ആണ്. അതിൽ നമുക്ക് L11 നമുക്ക് ആൾറെഡി ഉണ്ട്. അപ്പോൾ 1 × U12 2 × L11 2 ആണല്ലോ. അപ്പം 2 × U12 = 1. അപ്പോൾ U12 എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ, അതേപോലെ L21 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ L21 × U12 അതായത് ഈ ഒരു പ്ലസ് L22 = എന്താണ്? -1 ആണ്. ഇതിൽ L21 എന്താണ്? 4 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. 4 × U12 നമുക്ക് ആൾറെഡി കിട്ടി 1/2. ഓക്കെ, പ്ലസ് L22 = -1. അപ്പോൾ L22 എന്ന് പറയുന്നത് എന്താണ്? -1 -2 = -3. ഓക്കെ, അപ്പോൾ L22 L21 U12 L1 ആണ്. എല്ലാം നമുക്ക് എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി അല്ലേ. ഇനി എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ കണ്ട ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു മാട്രിക്സ് ഫോർമാറ്റിലേക്ക് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പം L മാട്രിക്സ് എന്ന് പറയുന്നത് 2 0 4 -3. അപ്പോൾ U മാട്രിക്സ് എന്ന് പറയുന്നത് മെയിൻ ഡയഗണൽസ് 1 ആയിരിക്കും കോളം ഫോർമാറ്റിൽ.
1/2 0. ഓക്കെ, ഇതാണ് 2/2 മാട്രിക്സിൻ്റെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി. ഇനി നമുക്ക് ഹയർ ഓർഡർ, അതായത് 3/3 മാട്രിക്സിന് ചെയ്യുമ്പോൾ ഞാൻ കോളം ട്രാൻസ്ഫോർമേഷനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് എടുക്കുക. 1 2 3 2 1 2 1 2 1. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ ലോവർ ട്രയാങ്കിൾ മാട്രിക്സാണ് എഴുതുന്നത്. അപ്പം എനിക്ക് ഈ ഒരു വാല്യൂസ്, ഇത്രയും വാല്യൂസ് 0 ആക്കണം. അതായത് മെയിൻ ലോവർ ട്രയാങ്കുലർ എന്ന് പറയുമ്പോൾ എന്താണ്, മെയിൻ ഡയഗണലിന് താഴെയുള്ള വാല്യൂസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ബാക്കി മുകളിലേക്കുള്ള വാല്യൂസ് എല്ലാം 0 ആണ്. അപ്പം ഞാൻ ആദ്യം 2ഉം 3നെയും ഒന്ന് 0 ആക്കണം. അപ്പം C2 ചേഞ്ചസ് ടു C2 മൈനസ് 2C1. ഓക്കെ, നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ട്രാൻസ്ഫോം ചെയ്യുന്നത് C2നെയാണ്. അപ്പോൾ C2നെ ഞാൻ ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, അത് അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, അതേപോലെ C3 ചേഞ്ചസ് ടു C3 മൈനസ് 3C1. ഓക്കെ, കണ്ടോ, ഞാനിവിടെ C3നെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, C3നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. അങ്ങനെ തന്നെ ചെയ്യാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാൻ മാട്രിക്സ് എങ്ങനെ വരും? 1 0 0 2 മൈനസ് 3 മൈനസ് 4 1 0 മൈനസ് 2. ഓക്കെ, ഇനി എനിക്ക് മാറ്റേണ്ടത് ഈ ഒരു വാല്യൂ മാത്രമാണ്. അപ്പം C3 ചേഞ്ചസ് ടു C3 പ്ലസ് 4/3 C2. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ വരും 1 0 0 2 മൈനസ് 3 0 1 0 മൈനസ് 2. ഓക്കെ, ഇതിപ്പോൾ എന്താ ഒരു ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി L. അപ്പോൾ L കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതായത് ഇതിപ്പം ഇക്വേഷൻ 1 2 നമ്മൾ 3 ഇക്വേഷൻ എഴുതും അല്ലേ. ഈ 3 ഇക്വേഷൻസിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ഈ C എന്ന് പറഞ്ഞ വാല്യൂസിൻ്റെ സഫിക്സ് ഇവിടെ C2 C1 ആണ്. അപ്പം C21 എന്ന് പറയുന്നത് എന്താണ്, ഈ കോഎഫിഷ്യൻ്റ് മാത്രം എടുത്ത് എഴുതുക. മറ്റേ C2ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ആൾറെഡി 1 ആണ്. അവിടെ നമ്മൾ സ്കെയിലർ വാല്യൂ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് അപ്പർ ട്രയാങ്കുലർ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ C21 എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ആ കോഎഫിഷ്യൻ്റ് വാല്യൂ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ C3 അടുത്തതെന്ന് പറഞ്ഞാൽ C31 എന്ന് പറയുന്നത് എന്താണ് 3, ഈ ഒരു വാല്യൂ. അടുത്തപോലെ C32 എന്ന് പറയുന്നത് 4/3, ഈ ഒരു വാല്യൂ. ഓക്കെ, ഇനി അപ്പോൾ ട്രയാങ്കിൾ നമുക്ക് ഈ വാല്യൂസ് എല്ലാം കൂടെ എടുത്ത് എഴുതിയാൽ അപ്പോൾ നമ്മൾ കോളം ഫോർമാറ്റാണ് ഉപയോഗിച്ചത്. അപ്പോൾ മെയിൻ ഡയഗണൽസ് എന്താണ് 1 ആണ്. ഓക്കെ, മെയിൻ ഡയഗണൽസ് എല്ലാം 1. അടുത്ത C21 എന്ന് പറയുന്നത് സെക്കൻഡ് കോളം ഫസ്റ്റ് റോ, അപ്പം അത് 2. അടുത്ത C31 തേർഡ് കോളം ഫസ്റ്റ് റോ, അത് 3. അടുത്തതെന്ന് പറഞ്ഞാൽ C32 തേർഡ് കോളം സെക്കൻഡ് റോ 4/3. ഇതാണ് നിങ്ങളുടെ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് അപ്പർ U കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് LU ഡീകമ്പോസിഷൻ. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. താങ്ക് യു.